മുഹബത്തിൻ പട്ടുർമാൽ. രചന ഫൗസിയ നൗഷാദ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഉപ്പാത് പറഞ്ഞതും ആരോ തലയ്ക്ക് ഇരുമ്പുകൂടം കൊണ്ട് അടിച്ച പോലെ ഞാൻ ഷോക്കായി. എന്നിട്ടും അവൾ എനിക്കൊരു സൂചന പോലും തന്നില്ലല്ലോ. എന്തിനു വേണ്ടി അവള്? എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഉപ്പ അവള് പോലും എനിക്കൊരു സൂചന തന്നില്ലല്ലോ. അത് ഞങ്ങൾ പറഞ്ഞിട്ടാ മോനെ, നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു. പൊന്നുവിന്റെ ഉപ്പയും ഫൈസലിക്കയും ഇറങ്ങി വന്നു. അവർ ഞങ്ങൾ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉപ്പ ചോദിച്ചു. ആ, സുഖമായിരുന്നു. അല്ല, ഹാരി എന്നാ മിണ്ടാണ്ടിരിക്കുന്നത്? ഫൈസലിക്ക് ചോദിച്ചു. പൊന്നുവിടെ, എനിക്ക് അവളോട് സംസാരിക്കണം, ഞാൻ പറഞ്ഞു. അവളിതേ ആ മുറിയിലുണ്ട്, അങ്ങോട്ട് ചെല്ലുമോനെ. പൊന്നുവിന്റെ ഉപ്പ പറഞ്ഞു. ഞാൻ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി. പൊന്നു എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തൊരു പുഞ്ചിരി. എന്താടി ഇതൊക്കെ? എന്ത്? നീ എന്നോട് നേരത്തെ പറയാൻ എന്താ? ഇത് നടക്കില്ല പൊന്നു, ഇത് വേണ്ട. എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയല്ലാതെ ഞാൻ പിന്നെ എങ്ങനെ പറയണം? നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഒരുക്കല്ല പൊന്നു, വേണ്ട. നീ സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. നിന്നെ കൊണ്ട് കളിക്കാൻ ഞാനില്ല, എന്നെ കൊണ്ട് അതിന് കഴിയില്ല. ഇക്ക, എനിക്കെല്ലാം അറിയാം. പൂർണ്ണ മനസ്സോടെ ഞാൻ വരുന്നു. എനിക്കിതിലൊരു ബുദ്ധിമുട്ടുമില്ല. വേണ്ട പൊന്നു, നിന്റെ ജീവിതം വെച്ച് നീ കളിക്കണ്ട, അതെനിക്ക് സഹിക്കില്ലടി. ഒരു കുടുംബജീവിതമൊന്നും എനിക്ക് ചേരില്ല. എൻ്റെ പൊന്നു, നിനക്ക് വേറെ നല്ലൊരാൾ കിട്ടൂടി. ഇല്ലിക്ക, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വേറെ ആരെങ്കിലും കെട്ടിയാൽ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന്? ഒരിക്കലുമില്ല. എൻ്റെ സന്തോഷവും ജീവിതമെല്ലാം നിങ്ങളാണ്. ഞാൻ ഹാപ്പി ആയിരിക്കണമെങ്കിൽ ഇക്ക എൻ്റെ കൂടെ വേണം. നിനക്കെന്താണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവാത്തേ? ഞാൻ നിക്കാഹ് കഴിക്കുന്ന ഇന്നോ നാളെ എന്ന് പറഞ്ഞിരിക്കുന്ന ഉപ്പാപ്പാക്ക് വേണ്ടിയാ. ഉപ്പാപ്പാടെ കാലം കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് വിവാഹമോചനം നേടും. അത് അപ്പോഴത്തെ കാര്യമില്ലേക്ക. ഇടി, നീ ഒരു രണ്ടാം കെട്ടുകാരിയായ നിന്നെ വേറെ ആരെ സ്വീകരിക്കുക? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് നീ എന്നല്ല ആരെയും ഭാര്യയായിട്ട് കൂട്ടാൻ കഴിയില്ല. വെറുതെ എന്നെ കെട്ടി നിന്റെ ജീവിതം നശിപ്പിക്കരുത്. പറയുന്നൊന്നും മനസ്സിലാക്കുക. സാരില്ല, ഞാൻ സഹിച്ചോളാം. എന്തെങ്കിലും ഒരു നാൾ ഇക്ക എന്നെ ഭാര്യയായിട്ട് കാണുന്ന പ്രതീക്ഷയോടെ ഞാൻ ജീവിച്ചോളാം. എൻ്റെ കൂടെ വേണം എപ്പോഴും. ഡി, ഈ സൗഹൃദം പോരട്ടി നമുക്ക്. ഞാൻ ഉപ്പാക്ക് വാക്ക് കൊടുത്തു പോയി, കണ്ടുവച്ച പെണ്ണിനെ കെട്ടിക്കോളാന്ന്. അത് നീയാണെന്ന് അറിഞ്ഞെങ്കിൽ, ഒരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അനുവദിക്കില്ലായിരുന്നു. എനിക്ക് വാക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നീയായിട്ട് തന്നെ ഇതിൽ നിന്ന് പിന്മാറി പൊന്നു. ഇല്ലീക്ക, ഞാനിത് ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം. ഇതിൽ നിന്ന് ഒരു ഇഞ്ച് മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കഴുത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും മഹർ ചാർത്തുന്ന ഒരേ ഒരു പുരുഷൻ ആരിഫ് എന്ന നിങ്ങളായിരിക്കും. അത് ഉറപ്പാണ്. ഓ പൊന്നു, നീ വാശി പിടിക്കരുത്. സാരില്ല, ഇതെൻ്റെ വിധിയായിട്ട് ഞാൻ കണ്ടോളാം. ഇനി എന്തു വന്നാലും നേരിടാൻ ഞാൻ ഒരുക്കാം. ഹാരിയെ പഴയ ഹാരിയായിട്ട് ഞാൻ മാറ്റിക്കൊള്ളാം. നീ ഇതിൽ ഉറച്ചു നിൽക്കുന്ന സ്ഥിതിക്ക് എനിക്ക് വേറെ വഴിയില്ല എന്ന് കരുതി ഞാൻ പൂർണ്ണ മനസ്സോടെയല്ല സമ്മതിക്കുന്നു. നിക്കാഹിന് ഒരു നിമിഷം മുമ്പാണെങ്കിൽ പോലും നീ പിന്മാറാൻ തയ്യാറാണെന്നൊരു വാക്ക് പറഞ്ഞാൽ ഉറപ്പായി ഞാൻ അനുവദിക്കും. ഞാൻ അതും പറഞ്ഞ് പുറത്തേക്ക് വന്നു. പുറകെ പൊന്നു. എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ഞാൻ എന്തു പറഞ്ഞാൽ ഇനി അവളുടെ മനസ്സ് മാറ്റുക? അവൾ ഈ തീരുമാനത്തിൽ ഉറപ്പായിട്ടും ദുഃഖിക്കേണ്ടി വരും. അതാ എൻ്റെ പേടിയും. എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷ. എന്തായി മക്കളെ? എൻ്റെ ഉപ്പ ചോദിച്ചു. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല പൊന്നുവാണ് എനിക്ക് വേണ്ടി നിങ്ങൾ കണ്ടുപിടിച്ച പെണ്ണെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഇനിയും സമയമുണ്ട്. മനഃപൂർവ്വം പൊന്നൊരു ദുരിതത്തിലേക്ക് കാലുവെക്കണം ഞാൻ ചോദിച്ചു. പക്ഷേ മോനെ, അവൾക്ക് നീ തന്നെ മതിയെന്ന ഒരേ വാശിയാണ്. ഞങ്ങൾ എന്താ ചെയ്യുക? ജീവിത പങ്കാളി തിരഞ്ഞെടുക്കേണ്ടത് അവളല്ലേ, ഞങ്ങളല്ലല്ലോ. പൊന്നുവിൻ്റെ ഉപ്പ പറഞ്ഞു. ഉപ്പ, എനിക്ക് ഹാരിയല്ലാതെ മറ്റാരെയും വേണ്ട, പ്ലീസ്. ഇതിനെ ചൊല്ലി എന്തൊക്കെ വന്നാലും നേരിടാൻ ഞാൻ ഒരുക്കാണ്. പൊന്നു പറഞ്ഞു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും പൊന്നുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കിനി ഒന്നും പറയാനില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. നീ ഒന്നുകൂടെ നല്ലപോലെ ആലോചിക്കുക. പിന്മാറാണെങ്കിൽ എന്നെ അറിയിക്കുക, ഞാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? മുന്നോട്ട് പോവുകയല്ലേ? ആർക്കും തടസ്സമൊന്നുമില്ലല്ലോ? എൻ്റെ ഉപ്പ ചോദിച്ചു. അതെ, മുന്നോട്ട് പോട്ടെ. എന്തായാലും നിങ്ങൾ കാണിച്ചെന്ന പെണ്ണിനെ കെട്ടാന്ന് ഞാൻ വാക്കെന്ന് പോയില്ലേ? ആരും വാക്ക് തെറ്റിക്കുന്നില്ല. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പൊന്നുവിൻ്റെ ഉപ്പയൊക്കെ എന്തു പറയുന്നു? ഞങ്ങൾ എന്തു പറയാനാ, എല്ലാം ഓളെ ഇഷ്ടം. ഷഹനത്തെ ചായയും പലഹാരം കൊണ്ടുവച്ചു. എന്തോ ഞാൻ കഴിച്ചില്ല, കാരണം എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക, ഉടനെ വരാം. നിക്കാഹിൻ്റെ തീയതി കുറിക്കണം. ഇപ്പോൾ പോണോ? ആ പോണം, തിരക്കുണ്ട്. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഹാരിക്കിത് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും സമ്മതിച്ചല്ലോ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ആ ജീവിതത്തിലേക്ക് ആരോപിക്കുന്നത്. ഒന്നുകിൽ ജയം അല്ലെങ്കിൽ പരാജയം. ജയിച്ചാൽ ഹാരിയുടെ സ്നേഹം, തോറ്റാൽ എൻ്റെ ജീവിതം തന്നെ വിലയായി കൊടുക്കണം. എനിക്കെന്തായാലും ഒരു സുഹൃത്തെന്ന പരിഗണന ലഭിക്കാതിരിക്കില്ല. ഹാരിയെ പഴയ ഹാരിയാക്കി മാറ്റണം. നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് എനിക്ക് വേണ്ടത്.
ഫൈസലിക്ക മുറിയിലേക്ക് വന്നു. മോളെ എന്തായിക്കാ? ഡാ ഇത് വേണോടാ. ആര് പറഞ്ഞ നീയും കേട്ടതല്ലേ? ഒരു നല്ല ദാമ്പത്യ ജീവിതം നിനക്ക് തരാൻ അവനെ കൊണ്ട് കഴിയൂടി. നിന്നെ അറിഞ്ഞുകൊണ്ട് ദുഃഖത്തിലേക്ക് പറഞ്ഞയക്കണോ ഞങ്ങള്? ഇല്ലിക്ക, എനിക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അഥവാ അങ്ങനെ ഉണ്ടായാൽ തന്നെ നേരിടാൻ ഞാൻ തയ്യാറാ. നിങ്ങൾ ആരെയും ഞാൻ വേദനിപ്പിക്കില്ല. എനിക്ക് പെങ്ങളായിട്ട് നീ മാത്രമേ ഉള്ളൂ. നിന്റെ ദുഃഖം കാണാൻ എനിക്ക് കഴിയില്ലടി. നീ ആലോചിച്ചിട്ട് തന്നെയാണ്. നിനക്ക് വേറെ നല്ല പയ്യന്മാരെ കിട്ടിയില്ലേ? ഞാൻ ആലോചിച്ചിട്ട് തന്നെ ഇക്ക. ഇനി മാറ്റമില്ല. എനിക്ക് ഹാരി മാത്രം മതി. എൻ്റെ ജീവിതത്തെക്കാൾ ഉപരി ഹാരിയുടെ ജീവിതം എനിക്ക് വലുത്. ഞാനല്ലാതെ വേറൊരാൾ ഹാരിയെ സ്വന്താക്കിയ ഹാരി ഒരിക്കലും പഴയ ഹാരിയായി മാറില്ല. അവനെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല. നിനക്ക് തോന്നുന്നുണ്ടോ ഹാരി നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നു? അംഗീകരിക്കും. എന്നെങ്കിലും ആ മനസ്സിലൊരു സ്ഥാനം ഞാൻ നേടിയെടുക്കും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ മോളെ. ഞങ്ങളുണ്ട് കൂടെ. ഒറ്റക്കാണെന്ന തോന്നൽ വേണ്ട. അത് മതിക്ക. ഇക്ക പുറത്തേക്ക് പോയി. ഞാൻ ഫോണെടുത്ത് നെറ്റ് ഓൺ ആക്കി നോക്കി. വാട്സാപ്പിൽ ഹാരിയുടെ ഒരു മെസ്സേജ്. ഞാനത് എടുത്തു നോക്കി. പൊന്നു ഡി, ഒന്നും കൂടി ഞാൻ പറയാം. നീ ഇതിൽ നിന്ന് പിന്മാറടി. നിനക്ക് ചേരുന്ന നല്ലൊരു പയ്യനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. പ്ലീസ് ഡി. നിന്റെ ജീവിതം നശിക്കുന്ന കാണാൻ കഴിയാത്തതുകൊണ്ടാടി. സാരമില്ല, അങ്ങനെ നശിക്കാനാണ് വിധിയെങ്കിൽ നശിച്ചോട്ടെ. നിങ്ങളെ ജീവിതം അതേപോലെ നശിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇനി എൻ്റെ ജീവിതം വെച്ച് കളിച്ചിട്ടായാലും വേണ്ടില്ല. നിങ്ങളെ പഴയ ഹാരിയാക്കി ഞാൻ മാറ്റും. എടി, ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി ഞാൻ പറയുന്നില്ല. എല്ലാം നിന്റെ ഇഷ്ടം. ഹാരിയുടെ അവസാന ഉപദേശം ഇത്. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഹാരി ദേഷ്യപ്പെട്ട് നെറ്റ് ഓഫ് ചെയ്തു. ചെക്കൻ നല്ല കലിപ്പ് മൂഡിലാണ്. ഇനി എന്തൊക്കെയാണാവോ വരാൻ പോകുന്നത്. എന്നെ നിക്കാഹ് ഉറപ്പിച്ചു. ഇന്നത്തെ ദിവസം എല്ലാവരും കൂടി കല്യാണ ഡ്രസ്സോ ആഭരണങ്ങൾ എടുക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ്. പൊന്നും ഫാമിലിയും ടെക്സ്റ്റൈൽസിൽ എത്തിക്കോളും. നമ്മൾ ഇവിടുന്ന് റെഡിയായി എല്ലാവരും കൂടി ഇറങ്ങി. നമ്മൾ സിറ്റിയിലെ ഒരു വലിയ ഷോപ്പിൽ തന്നെയാണ് കയറിയത്. പൊന്നും വീട്ടുകാരും ഉണ്ട്. പൊന്നി എന്നെ കണ്ടു വിളിച്ച് കാണിച്ചു. ശരിക്കും ഇവളെ കണ്ടാത്തൊന്നും ഇവളിവിടുത്തെ പരസ്യത്തിന് നിൽക്കാന്ന് കൂതറ. ആദ്യം പൊന്നുവിനുള്ള സാരി തിരഞ്ഞെടുക്കുവാണ്. അവളൊരു പിങ്ക് സാരി എടുത്തു. എല്ലാവർക്കും അത് ഇഷ്ടമായി. ഓളും നമ്മളെ നോക്കി ഗോഷ്ടി കാണിച്ചു. നമുക്കതങ്ങോട്ട് പിടിച്ചില്ല. നമ്മൾ റെഡ് സാരി എടുത്തു. നിനക്ക് ഇതാ ചേരുന്നത്, നീ ഇതെടുത്താൽ മതി ഞാൻ പറഞ്ഞു. എന്താ ഈ പിങ്ക് സാരി കുഴപ്പം? എല്ലാവർക്കും ഇഷ്ടമായല്ലോ. എനിക്ക് ഇത് മതി. പൊന്നു വാശി പിടിച്ചു. പക്ഷെ എനിക്കിഷ്ടമായില്ല. നീ റെഡ് സാരി എടുത്താൽ മതി. ഞാൻ പിങ്ക് എടുക്കൂ. എന്നാ ഒന്ന് കാണല്ലോ. ഞാൻ ചെന്ന് ഓളെ കയ്യിൽ നിന്ന് പിങ്ക് സാരി വാങ്ങാൻ നോക്കി. ഓളും വിട്ടുതന്നില്ല. ലാസ്റ്റ് പിടിവലിയായി. വീട്ടുകാരും കടക്കാരൊക്കെ ഞങ്ങളെ നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ അടികൂടിക്കൊണ്ട് നിൽക്കുകയാണ്. ലാസ്റ്റ് എൻ്റെ ഉമ്മ ഇടപെട്ടു. പൊന്നു, മോൾ ഡ്രസ്സിംഗ് റൂമിൽ പോയി അണിഞ്ഞിട്ട് വാ രണ്ടും. നമുക്ക് നോക്കാം ഏതാ ചേരുന്നതെന്ന്. ഓൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. നൈസിന് നമ്മളും ആരും കാണാതെ പുറകെ പോയി. ഓൾ അകത്ത് കയറി വാതിലടക്കാൻ നേരം നമ്മൾ തള്ളി തുറന്ന് അകത്ത് കയറി ഓൾ അകത്താക്കി വാതിൽ ലോക്ക് ചെയ്തു. പെട്ടെന്ന് ഓൾ നിലവിളിക്കാൻ പോയതും നമ്മൾ വാപുത്തി. ഇങ്ങളായിരുന്നോ? ഞാൻ പേടിച്ചു പോയി. ആ, ഞാൻ തന്നെ. അല്ല, നിങ്ങളെന്താ ഇവിടെ? നിന്നെ ഒന്ന് പീഡിപ്പിക്കാൻ വന്ന. എന്തേ? പീഡിപ്പിക്കാനോ? ഇവിടെ വെച്ചോ? അത് ശരിയാവില്ല. ഇവിടെ കുറെ ഒളി ക്യാമറയുണ്ട്. അല്ലെങ്കിൽ നിന്ന് തരായിരുന്നു. ഓള് പറഞ്ഞു കേട്ട് നമ്മൾ പകച്ചുപോയി. എടി, നാണല്ലേ നിനക്ക്? ഓഹ്, ഞാൻ മറന്നു. നിനക്കത് പണ്ടേ ഇല്ലല്ലോ അല്ലേ? അതെ, ഒക്കെ മനസ്സിലാക്കി എടുത്തു അല്ലേ കൊച്ചു കള്ളൻ. ഡി, നിനക്കെന്താ റെഡ് സാരി എടുത്താ? എനിക്ക് പിങ്ക് മതി. വേണ്ട, റെഡ് അല്ല പിങ്ക്. എന്നാ എന്തെങ്കിലും ചെയ്യ്. ഞാൻ ദേഷ്യപ്പെട്ട് വാതിൽ തുറന്നു. മുമ്പിൽ ചിരിച്ചിരിക്കുന്ന ആളെ കണ്ട് ഞാൻ അന്തം വിട്ടു. ഫൈസലിക്കയും ഷഹനത്തെയും. ഇത്ത അത് ഞാൻ കിടന്ന് ഉരുണ്ട കളിച്ചു. മോനെ ഹാരി, ഇതൊക്കെ നിക്കാഹ് കഴിഞ്ഞിട്ട് പോരെ? ഫൈസലിക്ക ചോദിച്ചു. അതല്ല. ഇനി നീ ഉരുണ്ട കളിക്കൊന്നും വേണ്ട. ചെല്ല്, ഉപ്പ തിരക്കുന്നു. ഞാൻ വേഗം സ്കൂട്ടായി. ഛേ, ആ കുട്ടി പിശാചുകാരൻ എൻ്റെ അഭിമാനം പോയില്ല റബ്ബേ. ഇവളെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ. അങ്ങനെ ഓൾ പിങ്ക് സാരിനെ എടുത്തു. ഓൾക്കതാണ് ചേർച്ചയെന്ന് എനിക്കറിയാം. നമ്മൾ വാശി കാണിച്ചല്ലേ. എല്ലാവർക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി. ഉച്ചക്കുള്ള ലഞ്ച് കഴിക്കാനായി. എല്ലാവരും ആവശ്യമുള്ളത് ഓർഡർ ചെയ്തു. അടുത്തത് നമ്മുടെയും പൊന്നുവിൻ്റെയും ചാൻസാണ്. എനിക്ക് ബിരിയാണി മതി ഞാൻ പറഞ്ഞു. എന്നാൽ എനിക്കും ബിരിയാണി മതി പൊന്നു പറഞ്ഞു. എന്നാൽ എനിക്ക് ഫ്രൈഡ് റൈസ് മതി. എന്നാൽ എനിക്കും അത് മതി. എനിക്കാകെ പെരുത്ത് കയറി. നിനക്കെന്താടി ഞാൻ ഓർഡർ ചെയ്യുന്ന കഴിക്കാൻ പറ്റുള്ളൂ? ഇങ്ങക്കെന്താ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കഴിക്കും. ഓളും വിട്ടു തന്നില്ല. ഓഹ്, എന്തോന്നാടേ ഇത്? രണ്ടും കൂടി കണ്ണി കണ്ടപ്പോൾ തുടങ്ങിയതാണല്ലോ ടോം ആൻഡ് ജെറി കളിക്കാൻ. നമുക്കൊന്നും കഴിക്കണ്ടേ? നെയ്ച്ചൂട്ടി ഇടക്കേറി പറഞ്ഞു. രണ്ടാക്കും ബിരിയാണി കൊടുക്ക് ഉപ്പ പറഞ്ഞു. നമ്മൾ രണ്ടാളും മിണ്ടാട്ടിയും തിന്നാൻ തുടങ്ങി. കഴിച്ചിറങ്ങിയപ്പോൾ താണ്ടേ അടുത്ത മുകില്. എൻ്റെ ഉപ്പ പറയാം ഓളായിട്ട് ബീച്ചിൽ പോവാൻ. അല്ലാ, ഈ കുട്ടി തേവാൻ കാരണം എൻ്റെ പുക കാണും യാ റബ്ബി. അങ്ങനെ അവരെല്ലാവരും കൂടി സിനിമ കയറി. നമ്മളെ ബീച്ചിലേക്കും പറഞ്ഞു വിട്ടു.
പൊന്നു നമ്മുടെ കൈയും പിടിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി. ദേ നോക്കിക്കൂസേ ശംഖ്. അവളുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമാണ് വന്നത്. ഇനി നിക്കാഹിന് ഒരാഴ്ച കൂടി സമയമുള്ളൂ. പടച്ചോനെ, ഇനി അവളുടെ സന്തോഷം എനിക്ക് കാണാൻ പറ്റുമോ? ഇവൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിതം എന്നെ കൊണ്ട് നൽകാൻ പറ്റുമോ? പൊന്നു എന്നെയും വിളിച്ച് തീരത്ത് വന്നിരുന്നു. പൊന്നൂസേ, എന്തായിക്ക? നമ്മുടെ നിക്കാഹിന് ഒരാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ. അറിയാം. എനിക്ക് ശരിക്കും വേദന തോന്നുവാടി. എന്തിനേക്ക? എനിക്ക് നീ ആഗ്രഹിക്കുന്ന പോലെ ദാമ്പത്യ ജീവിതം തരാൻ കഴിയില്ലടി. നിന്റെ ദുഃഖം കൂടി എനിക്ക് കാണേണ്ടി വരുമെന്ന് ഓർക്കുമ്പോൾ. എൻ്റെ ചോദ്യത്തിന് മറുപടിയായി അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. സാരമില്ല, ഞാൻ കാത്തിരുന്നോളേക്ക. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ടിരിക്കാനാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. എന്നിട്ടും ദുഃഖിക്കല്ലേ, സന്തോഷമായിട്ടിരിക്കുക. അല്ലെങ്കിൽ ഞാൻ ചെയ്തതിനൊന്നും ഫലമില്ലാതായി പോകും. ഞാൻ നോക്കാടി. എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ സന്തോഷമായിട്ടിരിക്കാം. പക്ഷെ നമ്മളെക്കാൾ സന്തോഷം നമ്മുടെ വീട്ടുകാർക്കാണല്ലോടി. എത്ര പെട്ടെന്നാ അവരടുത്ത്. അതേക്ക, എൻ്റെ ഉപ്പയൊക്കെ വലിയ സന്തോഷത്തിലാണ്. നാദിമോളും നെച്ചൂട്ടിയും ഇപ്പോൾ ഒറ്റ കേട്ട. അവളെ കൊണ്ടു നടക്കുന്നതൊക്കെ നെച്ചൂട്ടിയാ. ഫൈസലിക്കാക്കും ഷൈനത്താക്കും ഇക്കാടെ ഉമ്മ സ്വന്തം ഉമ്മ പോലെയാണ്. എൻ്റെ ഉപ്പയും ഇക്കാടെ ഉപ്പയും വലിയ കൂട്ടുകാരായി. അവരുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ തന്നെ മനസ്സറിയാം. എന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അതെ ഇക്ക, എനിക്ക് ഈനാമ്പേച്ചി വേണം. ഈനാമ്പേച്ചി? അതെന്തോ നടി? ദോ ആ മഞ്ഞ നിറത്തിലുള്ള കുടൽ പോലെ കഴിക്കുന്ന സാധനമാണ് ഈനാമ്പേച്ചി. ഓ, നീ തന്നെ ഒരു ഈനാമ്പേച്ചിയാ. കൂട്ടത്തിൽ ഒന്നിനെ കൊണ്ട് സഹിക്കാൻ വയ്യ. അപ്പോഴാ നിങ്ങൾ മനുഷ്യ, കൂടുതൽ കളിയാക്കണ്ട. ഞാൻ കളിയാക്കും. എന്നാ അവിടെ നിന്ന് കളിയാക്കൂ. ഞാൻ പോവാ. നെൽകടി വാ, ഞാൻ വാങ്ങിത്തരാം. അങ്ങനെ അത് വാങ്ങി പൊന്നിന് കൊടുത്തു. ഐസ്ക്രീം ഉപ്പിലിട്ടൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. അപ്പോഴേക്കും സിനിമ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ട്രിപ്പിനൊക്കെ പോയി അടിച്ചു പൊളിച്ച് വന്നപ്പോഴേക്കും അവരും എത്തി. പിന്നെ ആഭരണങ്ങൾ എടുത്തു. എല്ലാവരും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. എനിക്കിത് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. എല്ലാവരുമായിട്ട് ഒരുപാട് അടുക്കാൻ പറ്റി. ഹാരിയുമായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റി. ഹാരിക്ക് ഭയങ്കര വാശിയും ദേഷ്യവുമാണ്. അതുകൊണ്ടാണ് നമ്മൾ പിങ്ക് സാരി എടുത്തിട്ട് കോക്രി കാണിച്ചപ്പോൾ റെഡ് സാരി എടുക്കാൻ പറഞ്ഞ്. അതവന് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലെന്ന് എനിക്കറിയാം. വാശി തീർക്കാനാണ്. നമുക്ക് അവനെ ദേഷ്യം പിടിപ്പിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. നല്ല രസമാണ്. ദേഷ്യം വരുമ്പോൾ മുഖമൊക്കെ ചുവക്കും. ആ വെളുത്ത കുഞ്ഞിമൂക്ക് ചുമന്നിരിക്കും. അവ എന്തൊരു ചേലാന്നോ. എന്തായാലും ഹാരിയുടെ ഉപ്പായിട്ട് തന്നെ നമുക്ക് ഓനോട് ചെലവഴിക്കാൻ അവസരം ഒരുക്കി തന്നു. അതുകൊണ്ടല്ലേ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയത്. ഓനോട് ചേർന്നിരുന്ന് ചേർത്ത് പിടിച്ച് ട്രിപ്പിന് പോകാൻ പറ്റി. ഇതിൽ കൂടുതൽ അവസരം എവിടെ കിട്ടും? ഞാൻ പ്രതീക്ഷിച്ച പോലുമില്ല ഹാരി എനിക്ക് കിട്ടുമെന്ന്. പക്ഷെ പടച്ചോൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഫൈസലിക്ക് എപ്പോഴും പറയാറുണ്ട്, നമുക്ക് വിധിച്ചതാണെങ്കിൽ അല്പം വൈകിയാണെങ്കിലും നമ്മളെ തേടി വരുമെന്ന്. അതെത്രയോ സത്യമാണ്. ഹാരി എനിക്ക് വിധിച്ചതാണ്. ഈ ലോകത്ത് ഒരാൾക്ക് പകരം വയ്ക്കാൻ മറ്റാർക്കും കഴിയില്ല. അവർ പോയ വിടവ് എന്നും അങ്ങനെ തന്നെ കിടക്കും. അവരുടെ ഓർമ്മകൾ നിരന്തരം നമ്മളെ പിച്ചു ചീന്തും. ഏകാന്ത നിമിഷങ്ങളെ ദുഃഖപൂർണ്ണമാക്കാൻ ആ ഓർമ്മകളെത്തും. അറിയാതെ ആഗ്രഹിച്ചു പോകും അവരെ നഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നെന്ന്. നമ്മളോട് തന്നെ വെറുപ്പും കുറ്റബോധവും തോന്നും. ആ ഒരു അവസ്ഥയുടെ വേദന അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അതാണ് മേസയെ നഷ്ടപ്പെട്ട ഹാരിയുടെ അവസ്ഥ. ദിവസങ്ങൾ കടന്നുപോയി. ഇന്ന് നിക്കാഹിന്റെ തലേദിവസമാണ്. കൈനിറയെ മെഹന്തി അണിഞ്ഞിരിക്കുകയാണ് ഞാൻ. നെയ്ഷുവും പവിയും ഫൗസിയും എൻ്റെ അടുത്തിരിപ്പുണ്ട്. അജുവും താരിഖും പുറത്തുണ്ട്. ഫൈസലിക്കെ സഹായിക്കുകയാണ്. നൈഷു എൻ്റെ ചെവിയിൽ പറഞ്ഞു, ഡി, സ്നേഹിച്ച പെണ്ണിനെ തന്നെ കിട്ടിയല്ലോടി, നിന്റെ ഭാഗ്യം. ഞാനൊന്ന് പുഞ്ചിരിച്ചു. ഓരോന്ന് പറഞ്ഞ് അവളുമാർ കളിയാക്കുന്നുണ്ട്. ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം. നല്ല ആഡംബരമായി തന്നെ. പ്രമുഖ ബിസിനസ് വ്യവസായി ഹുമയൂണിന്റെ മകന്റെ വിവാഹമല്ലേ. അവരാണ് എല്ലാം ഒരുക്കുന്നത്. ഇനി ഒരു ദിവസം പോലും തേച്ചില്ല. ഈ ഒരു രാത്രി മാത്രം. നാളെ ഞാൻ ഹാരിയുടേതാവും. ഹാരിയുടെ മഹർ ഞാൻ ആഗ്രഹിച്ച പോലെ. ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞാൻ കാലെടുത്ത് വയ്ക്കുകയാണ്. പരീക്ഷണങ്ങളുടെ ജീവിതം. എനിക്കറിയില്ല എന്താവും എന്ന്. എനിക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസം. നിക്കാഹിന്റെ തലേന്നാണെന്ന വലിയ പുതുമയൊന്നും തോന്നിയില്ല. പുറത്ത് വലിയ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. നെച്ചൂട്ടി മെഹന്തിടിയാണ്. ഞാൻ എല്ലാത്തിൽ നിന്നും പിന്മാറി മുറിയിൽ വന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഓണാക്കി. ഒരു നമ്പറിൽ നിന്ന് കുറേ മിസ് കോള്. ഇതാരാണ്? അപരിചിതമായ നമ്പര്. ഞാൻ അതിലേക്ക് തിരിച്ചു വിളിച്ചു. പെട്ടെന്ന് അറ്റൻഡായി. ഹലോ, ഇതാരാ? ഹാരി, ഞാൻ മെസ്സയാണ്. ആ ശബ്ദം കേട്ടതും എനിക്ക് ദേഷ്യം തോന്നി. ഓ, നീ എന്തിനപ്പോൾ വിളിച്ച്? അല്ല, നമ്മുടെ പേരൊന്നും മറന്നിട്ടില്ലേ? നീ എന്താ ഹാരി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് നിന്നെ അങ്ങനെയൊന്നും മറക്കാൻ കഴിയില്ല. അതൊക്കെ വെറുതെയാ. എന്നെ മറക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും വേറെത്തിനെ കെട്ടി കുഞ്ഞായിട്ട് ജീവിക്കുന്നത്. അതെന്റെ വിധി. എനിക്കങ്ങനെ ആവേണ്ടി വരില്ലായിരുന്നു. ഞാൻ നീ നഷ്ടപ്പെടുന്ന കൈയും കെട്ടി നോക്കുന്നതൊന്നല്ല ഹാരി. നീ പറഞ്ഞില്ലേ നിക്കാഹിന് 1 മിനിറ്റ് മുമ്പിൽ അറിയിച്ചെങ്കിൽ ഓടി വരുമായിരുന്നെന്ന്. ഇതൊക്കെ എന്തിനാ മേസ നീ ഇപ്പോൾ പറയുന്നത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞു. കഴിയട്ടെ, എന്നാലും സത്യം എന്തെങ്കിലും നീ അറിയണല്ലോ.
നിന്റെയും ആ വഞ്ചകിയുടെ നിക്കാഹാണല്ലേ? വഞ്ചകിയോ? സൂക്ഷിച്ച് സംസാരിക്കണം മേസ. ഓ, അവള് പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അവള് മയക്കി വെച്ചിരിക്കായിരിക്കും ആ ഫഹിമ. മേസ, ഇനി നീ അവളെ കുറിച്ച് അനാവശ്യമായിട്ടൊരു വാക്ക് പറഞ്ഞാ ഞാൻ കോള് കെട്ടിയും. അറിയാം, പക്ഷേ അവളാണ് നമ്മെ പിരിച്ചത്. എന്റെ നിക്കാഹിന്റെ തലേന്ന് ഞാൻ നിന്നെ വിളിച്ചിരുന്നു, നീ എടുത്തില്ല. ഞാൻ ഏറെ വിശ്വസിച്ച് ഫഹിമയെ വിളിച്ചു, അവളെ ഏൽപ്പിച്ചു നിന്നെ അറിയിക്കാൻ. അവള് സമ്മതിച്ചുവാണ്, പക്ഷേ അവള് നിന്നെ അറിയിച്ചില്ല, മനഃപൂർവ്വം. ഇല്ല, എന്റെ പൊന്നു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവൾ എനിക്കറിയാം, അവൾ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യണം. ഇങ്ങനെയുള്ളവളുമാർക്കൊക്കെ ഒരു ലക്ഷ്യമുള്ളൂ, പണം. പണക്കാരനായി നിന്നെ സ്വന്താക്കാൻ വേണ്ടി. വഞ്ചകി. നിർത്തടി എന്റെ മോളെ, കുറെ ആയല്ലോ നീ തുടങ്ങിയിട്ട്. നിന്നിൽ എവിടെയാടി നന്മ? പൊന്നുവിനെ നീ സ്വന്തം അനിയത്തെ പോലെയാണ് കണ്ടെന്ന് 24 മണിക്കൂർ വീമ്പടിക്കുമായിരുന്നല്ലോ. എന്നിട്ട് അവളെ മനസ്സിലാക്കാൻ നീ ശ്രമിച്ചില്ലല്ലോ. എന്റെ പൊന്നുവിനെ നിന്നെക്കാണ് എനിക്ക് അറിയാടി. അവളെ പോലൊരു പെൺകുട്ടിയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. എനിക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യജിക്കുകയാണ് അവള്. ഇത്രയും നാളായല്ലോ. പണമായിരുന്നു ലക്ഷ്യമെങ്കിൽ എന്നെ അവൾക്ക് നേടായിരുന്നു. കൂട്ടുകാരി എന്ന് പറഞ്ഞ് കൊണ്ടുനടന്നാ പോരടി. മനസ്സിലാക്കാൻ കഴിയണം കഴുതേ. ഓ, എന്നാ പോയി കെട്ടി ജീവിച്ചോ. അവളുടെ തനിനിറങ്ങൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. അനുഭവിച്ചോ. അവള് സുഖിച്ച് ജീവിക്കട്ടെ. ഞാൻ കൊതിച്ച ആളെയും കെട്ടി. മേസ കോള് കട്ടാക്കി. എന്നാൽ അവൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? അവൾ ഇത്ര അധപതിച്ചു പോയോ? മേസ അവള് വിളിച്ചു പറഞ്ഞ ശരിയായിരിക്കും, പക്ഷെ പൊന്നും മനഃപൂർവ്വം എന്നോടത് പറയാതിരുന്നത് ഞാൻ വിശ്വസിക്കില്ല. കാരണം അവൾ എനിക്കറിയാം. മറ്റാരെക്കാളും ഞങ്ങൾ ഒന്നിക്കാൻ ആഗ്രഹിച്ച് അവളാണ്. മറ്റൊരു പെണ്ണും സ്വന്തം ജീവിതം വെച്ചൊരു പരീക്ഷണത്തിനൊന്നും നിൽക്കില്ല. പക്ഷെ അവൾ നിന്നു. വിധി ഇതായിരുന്നു, ഒന്നിക്കേണ്ടവർ ഒന്നിച്ചു. നമ്മൾ രാവിലെ തന്നെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവന്ന് ബൊമ്മക്കുട്ടിയെ പോലെ ഒരുക്കിയെടുത്തു. എല്ലാവർക്കും മേക്കപ്പ് ഇഷ്ടമായി. ആഷിയും ഫൗസിയും എത്തി. ആഷി വന്ന് എന്നെ കളിയാക്കി. എന്തോന്നാടി ഇത്, നീ പെയിന്റിൽ പോയി തലമുക്കിയോ? നീ പോടാ. വെറുതെയാ പൊന്നു, നല്ല മൊഞ്ചത്തിക്കുട്ടി ആയിട്ടുണ്ട് കേട്ടോ, ഫൗസി പറഞ്ഞു. താങ്ക് യു തുസേ. അവർ രണ്ടാളും നമുക്കുള്ള പ്രസന്റേഷൻ തന്നിട്ട് താഴേക്ക് പോയി. പള്ളിയിൽ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കയും ഉപ്പയും അജുവും താരിക്കുമെല്ലാം അവിടെയാണ്. ഷഹനത്തെയും നാദിമോളും നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അതിഥികളെ സ്വീകരിക്കുകയാണ്. ആരോ വന്ന് നിക്കാഹ് കഴിഞ്ഞുവെന്ന് പറഞ്ഞു എന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. ഹാരിയുടെ മുഖം അത്രയ്ക്ക് തെളിച്ചമില്ല. അത്രയ്ക്ക് പ്രതീക്ഷ മതിയല്ലോ. ആ നിമിഷം എത്തി. ഞാൻ ഏറെ ആഗ്രഹിച്ച, വളരെ കൊതിച്ച ആ നിമിഷം. ഹാരി എൻ്റെ കഴുത്തിൽ മഹർ ചാർത്തി. അവൻ്റെ കണ്ണുകളിൽ എന്തെന്നില്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. പരിപാടികളെല്ലാം കഴിഞ്ഞ് പോവാനുള്ള സമയമായി. ഉപ്പയുടെ കണ്ണ് നിറഞ്ഞു. ഫൈസലിക്ക് എൻ്റെ അടുത്തേക്ക് വന്നു. ഇക്ക പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ചതും എൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോയി. ഞാൻ പൊട്ടിക്കരഞ്ഞു. ഇക്കയും കരയുന്നുണ്ടായിരുന്നു. ഈ 20 കൊല്ലം ഇക്കയുടെ ഒപ്പായിരുന്നില്ല ഞാൻ. എൻ്റെ എല്ലാം എൻ്റെ ഇക്കയായിരുന്നു. കരയണ്ട മോളെ, സന്തോഷമായി വാ. ഇക്ക എൻ്റെ കണ്ണു തുടച്ചു. ഷൈനത്തയോട് നാദിമോളോടൊക്കെ പറഞ്ഞ് ഹാരിയുടെ ഒപ്പം ഇറങ്ങി പുതിയൊരു ജീവിതത്തിലേക്ക്. ഹാരിയുടെയും പൊന്നുവിൻ്റെയും നിക്കാഹ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? കാത്തിരിക്കാം. ലെറ്റ്സ് വെയിറ്റ്.